ഞങ്ങൾക്ക് നേരങ്ങോട്ട് വന്ന് ദാ മലവെള്ളപ്പാച്ചിൽ നടത്തുകയാണ്. ഞങ്ങള് ആ മടവൂര് ശൈഖുനായെ പടച്ചോനാക്കിയിട്ടുണ്ട്, ഒരു കുഫറിലെത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീമ്പളക്കി വന്ന മുസ്ലിം ജമാഅത്തുകാരെ എവിടെ പോയി നിങ്ങൾ? ഇയാളെ പിന്തുണച്ചൊരു ജമാഅത്തേരം വന്നിരുന്നു, ഓൻ പോയ വയ്യേ കാണാനല്ല, ഓൻ പിന്നെ വന്നിട്ടല്ല. പിന്നെ മറ്റേ ഇബിലീസ് മൗലവി അയാൾ കുറച്ചിങ്ങനെ മുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ ഈ വരാത്ത ഇങ്ങോട്ട് വാ. ഞമ്മക്കെപ്പോഴും ഓപ്പോസിറ്റിൽ ഒരു ചങ്ങായി വേണമല്ലോ. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ ചോദ്യം ഉത്തരം ഞാൻ തന്നെ പറയേണ്ടി വരും. ഇത് ചോദ്യം ചോദിക്കാൻ ആ വാളക്കുളം 88 എപ്പിസോഡായിട്ട് വന്നപ്പോൾ നമുക്ക് എന്തൊരു സുഖം ചെയ്തു. നമ്മളിപ്പോൾ നന്ദി പ്രസംഗിച്ചാവും പിറ്റേ നന്ദിയിലെ ജൽപ്പനങ്ങൾ ഉസാറായി. ഇപ്പം നമ്മളെ കുട്ടികളോ അസ്ഹരിമാരൊക്കെ ഇറങ്ങി മറുപടി പറയാണ്, സ്വാലിഹ് അസ്ഹറിനെ പോലെയുള്ള ചെറുപ്പക്കാർ. അപ്പോൾ ബലി പറയാ, ഏതാ അപ്പോൾ അത് മുലപ്പാൽ കുടിച്ചു വരുന്ന കുട്ടിയാണല്ലോ, ഓപ്പോഴും ഇമലേക്കറുണ്ടാകുക, അതാ ചിന്ത. അല്ലാതെ എന്താ പറയാൻ അവിടെ ഉള്ളത്? ഇവിടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരവൽക്കരിക്കുമ്പോൾ, ഔലിയാക്കളെ സംബന്ധിച്ച് ഇല്ലാത്തത് പറയുമ്പോൾ അതിന് മറുപടി പറയും. അതിനെന്ത് പ്രായം? അവരുന്നയിച്ച പ്രമാണങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്ക്, അതാ വേണ്ടത്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തൊക്കെയായോ, ഇതാ കുഫറിലെത്തിപ്പോയി. എന്ത് കുഫറിൽ? ശിർക്കും തൗഹീദൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് മശായിഖാണോ? ശരിക്ക് പഠിച്ചോ? ഇബ്ലീസ് മൗലവിയോട് ഞാൻ പറഞ്ഞു, എന്തായാലും വരണം. വന്ന് അതന്നെ ഞങ്ങൾ ആവശ്യം. അത് ചോദിക്കാൻ ഒരാൾ വേണമല്ലോ, നിർത്തരുത്. അതാണ് അയാൾ ലാസ്റ്റ് വന്ന എപ്പിസോഡിൽ പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചതിനല്ല മറുപടി പറഞ്ഞതെന്ന്. ഒരു ചെറിയ ഭാഗം കാണിക്കാം, വെച്ചു കൊടുക്കുക. ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു മാതൃക ഇസ്ലാമിലുണ്ടോ എന്ന എന്റെ ചോദ്യം. അതിനെവിടെ മറുപടി? ജിനി തങ്ങളുടെ കിതാബ് എടുത്തുകൊണ്ട് വന്നിരിക്കാൻ, യൂസുഫ് നബഹാനി അത് എടുത്തുദ്ധരിച്ചത് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാ ചോദിക്കട്ടെ, യൂസുഫ് നബഹാനി തങ്ങൾ ഏതെങ്കിലും ഒരു കിതാബില് ഏതെങ്കിലും ഒരു വലിയനെ കുറിച്ച്, ഏതെങ്കിലും ഒരു റസൂലിനെ കുറിച്ച് ആ വലിയാണ് അല്ലെങ്കിൽ ആ റസൂലാണ് എന്റെ ഖാലിഖ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് വായിക്കും. അതാണ് ചോദ്യത്തിന് മറുപടി. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നമ്മളവിടെ പറഞ്ഞ 3 പോയിന്റാണ്. ഒന്ന്, അല്ലാഹു ആണ് ഖാലിഖ്, അല്ലാഹു ആണ് റാസിഖ്, അല്ലാഹു ആണ് റഊഫ്, അല്ലാഹു ആണ് റഹീം, അല്ലാഹു ആണ് വദൂദ്, അല്ലാഹു ആണ് മുഇസ്, അല്ലാഹു ആണ് മുദിൽ, ദാഫി, ഒക്കെ അല്ലാഹയാണ്. എന്നാൽ അല്ലാഹ് അതൊക്കെ അവന്റെ ആളുകളിലൂടെയാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോ അള്ളാഹിന്റെ റസൂൽ റഊഫാണ്, ഖുർആൻ പറഞ്ഞു. റഹീമാണ്, ഖുർആൻ പറഞ്ഞു. ഈസാ നബി ഖാലിഖാണ്, അല്ലാഹ് പറഞ്ഞു. ഇത് സാധാരണ നമ്മളൊക്കെ പഠിപ്പിച്ചതാണ്. പണ്ട് വല്ല സമസ്തന്റെ സോവനീറിൽ നമ്മുടെ തൗഹീദ് എന്ന് പറഞ്ഞ് 60ാം വാർഷികത്തിൽ, ഇതല്ല ഈ സാധനം, സമസ്ത 60ാം വാർഷികം 1985 ഇതിൽ APLA ലേഖനാണ് നമ്മുടെ തൗഹീദ്. അതിൽ അതാ പഠിപ്പിക്കണത്. അതായത് അള്ളയാണ് ഇതൊക്കെ സ്വന്തം ദാത്തിയായി. മറ്റുള്ള സിട്ടികളെ കുറിച്ച് അത് പ്രയോഗിക്കുമ്പോൾ അർത്ഥം മാറും. ഇത് പഠിപ്പിക്കാനാണ് കൊയിലാണ്ടിയിൽ നിന്ന് നമ്മളൊരു വെടിവെച്ച്. എന്താ? പേരോടിനെ കുറിച്ച് മൗലാന എന്ന് പറയാമെങ്കിൽ, അതാണ് നമ്മളെ വിഷയം. ഞങ്ങളിങ്ങനെ അത് പറഞ്ഞെടുക്കുന്ന ഏർപ്പാടൊന്നും നമുക്കില്ല. നമ്മൾ പറയേണ്ടതാണ്, പറഞ്ഞു പോകും. അത് പഠിപ്പിക്കാൻ തന്നെയാണ്. മൗലാന എന്ന് പറയാമെങ്കിൽ മടവൂര് ശൈഖുനെ കുറിച്ച് പറയാ. ഖാലിഖ് എന്താ പ്രശ്നം? അപ്പൊ പിന്നെ എല്ലാവരും കൂടി ഇറങ്ങി, ആദ്യം കട്ട് മുറിച്ച് ഇറങ്ങി, പിന്നെ നമ്മൾ വ്യക്താക്കി കൊടുത്തു. അപ്പോഴാണ് അവിടെ ഖാലിഖ് എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാം എന്ന് പുറത്തു. മൗലാന എന്ന് പറയാ. കാരണം മൗലാന എന്ന് അള്ളാഹിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, സിറ്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. മൗലാഹു എന്നൊക്കെ പറഞ്ഞ ആയത്തൊക്കെ ആയിട്ട് വന്നല്ലോ. അവിടുത്തെ മെയിൻ പ്രശ്നം എന്താ? ഇബ്ലീസ് മൗലവി ഇവിടുത്തെ വിഷയം എന്താ? ഈ എന്തോ ചോദിക്കുന്നതിന് മറുപടി അല്ല ഞങ്ങളെ പണി. ഇവിടുത്തെ വിഷയം എന്താ? ഖാലിഖ് എന്ന വിശേഷണം ഏതെങ്കിലും ഒരു സിട്ടിക്ക് പറഞ്ഞാൽ ആ പറഞ്ഞവൻ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്നാ വാദിച്ചത്. അതാ അവിടത്തെ വിഷയമുള്ളത്. വെച്ച് ഇയാൾ പറയട്ടെ, പേരോട് പറയട്ടെ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഖാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്നോ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. എന്ന് മാത്രം അല്ല, ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ ഭാര്യ അവനെ ഹലാലല്ല. അതാണ് എന്താ പറഞ്ഞ, എഴുതി വെച്ചോളി. അള്ളാഹുവിന്റെ സിട്ടികളിൽ ഏതെങ്കിലും ഒരു സിട്ടിയെ സംബന്ധിച്ച് ഖാലിഖാണെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. പേരോടിന്റെ വാദം.
ഇന്റെ ഖാലിക്ക് അല്ലെങ്കിൽ ഞങ്ങളെ പഠിച്ചോൻ ഇതൊന്നും ഒരു വേണമെന്നില്ല. അതൊക്കെ അതിന്റെ ഫർഈയായ കാര്യങ്ങളാണ്. ഖാലിഖ് അതാണല്ലോ സൃഷ്ടാവ്, പടച്ചവൻ എന്നൊക്കെ പറയുന്ന ഖാലിഖ്. ഖാലിഖ് എന്നൊരു സൃഷ്ടിയെ കുറിച്ച് വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തുപോയി നാമം പറഞ്ഞ് പിടിച്ചു. ഞങ്ങളിവിടെ വരി വരിയായി കൊണ്ടുകൊടുത്തു. എന്താ കൊണ്ടുകൊടുത്തത്? അള്ളന്നെ പറയുന്നു, ഇന്നി അഖ്ലുഖു ലക്കും. ഈസാ നബിയുടെ ഖൗലായി ഉദ്ധരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് പടച്ചു തരും. ഇതേ മറുപടി പറഞ്ഞോ? തൊട്ടോ? ജമാഅത്തേർ മാത്ര ആയത്തിൽ തൊട്ടോ, പിന്നെ മുങ്ങിയും ചെയ്തു. അല്ല പറയാണ് അഖ്ലുഖു, ഈസാ നബി പറയുന്നു ഞാൻ സൃഷ്ടിച്ചു തരും. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം സൃഷ്ടിച്ചു എന്നതിന്റെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിലും ഉണ്ടാവും. ഇല്ലായ്മയിൽ നിന്ന് ഉള്ള അവസ്ഥയിലേക്കുണ്ടാക്കുക എന്ന യഥാർത്ഥ ഖൽക്ക് അല്ലാഹുവിന്. രൂപാന്തരപ്പെടുത്തൽ അല്ലെങ്കിൽ കൈവിരലിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ, അങ്ങനത്തെ പണി അതാ ഖൽക്കിന്റെ മറ്റുദാഹരണം. ഇത് ചെയ്യാൻ അള്ളാന്റെ ഖൽക്കിന് കഴിയും, സൃഷ്ടികൾക്ക് കഴിയും. അങ്ങനെ ഖാലിക്കായ ആളാണ് സയ്യിദുനാ ഈസാ. ഈസാ നബി ഖാലിക്കാണെന്ന് അല്ലാഹു പറയുന്നു. ചോദ്യമാണ്, നിങ്ങളുടെ പേരോട്ടുകാരൻ പറയുന്നു എന്ത്? ഏതെങ്കിലും ഒരു സൃഷ്ടിയെ സംബന്ധിച്ച് ഖാലിക്കാണെന്ന് വിശ്വസിച്ചാൽ ദീനിന്റെ പടിക്ക് പുറത്താണ്. ചോദിക്കട്ടെ, പരിശുദ്ധ ഖുർആൻ ഈസാ നബി അലൈഹിസ്സലാം ഈ പക്ഷിയുടെ രൂപത്തെ ഖൽഖ് ചെയ്തു എന്ന് ഖുർആൻ പറയുന്നു. ഈ ആയത്ത് കുഫ്റാണോ? ഈ ആയത്ത് ശിർക്കാണോ? അതിനാ മറുപടി പറയേണ്ടത്. ഇവിടുത്തെ വിഷയം എപ്പോഴും ഇങ്ങനെ ഖാലിക്കാണ്, പടച്ചവനാണ് എന്ന് പറഞ്ഞ് നടക്കണമെന്നല്ല. അവിടെ ആരും ബാധിച്ചില്ല. ഇവിടെ പറഞ്ഞ ഞാൻ നിങ്ങളെ വാദം തന്നെ എന്താ? നിങ്ങൾക്ക് മൗലാന എന്ന് പറയാമെങ്കിൽ അതാ നിങ്ങൾ ആ പാട്ട് വന്നപ്പോ നമ്മൾ പറഞ്ഞത്, പാടുമ്പോൾ മശായിഖിനോട് ചോദിക്കണം, അല്ലാതെ പാടിയാൽ ഞങ്ങൾക്ക് അംഗീകരിക്കേണ്ടതില്ല. അവിടെ തന്നെ ബാക്കിയിൽ പറഞ്ഞത്, അതേ സമയത്ത് പാടുമ്പോഴേക്ക് അത് കുഫ്റാണ് എന്ന് പറഞ്ഞു വരണ്ട. അതൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞതാ. അതെന്നെ എവിടെയും പറയാനുള്ളത്. ഈസാ നബി അലൈഹിസ്സലാം ഖാലിഖാണെന്ന് അല്ല പറയുന്നു. അല്ലാഹു പറഞ്ഞ വാക്ക് കുഫ്റാണോ? പേരോട് മറുപടി പറയണം. ഈ ഇബ്ലീസ് മോലെയും യൂട്യൂബർമാരൊക്കെ ഇറങ്ങി വാ, പറയ്, എന്താണ് ആയത്ത് തൊടാത്തത്? നേരെ ഖാലിഖാന്നാ പറഞ്ഞത്. ഇനി മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാമ അബ്ദുൽ കരീമുൽ ജീലി തങ്ങളെ കിതാബ് എടുത്തു. അത് ഇസ്തിലാഹാണെന്ന് പറഞ്ഞപ്പോ വെറും ഇസ്തിലാഹല്ല, ആളുകളോട് പറയേണ്ടതാണ്. യൂസുഫിന്റെ ബഹാനിയുടെ കിതാബ് എടുത്തു. എടുക്കടുത്ത് യൂസുഫിന്റെ ബഹാനിയുടെ ജവാഹിറുൽ ബിഹാർ എടുത്തു. അതിന്റെ പേജ് അതിൽ കൃത്യമായി ഖാലിഖിയത്ത് എന്ന വിശേഷണം കൊണ്ട് വിശേഷണം സിദ്ധിച്ചിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തസിഫുൻ ബിസിഫത്തിൽ ഖാലിഖിയ. ഖാലിഖ് എന്ന വിശേഷണം ഉണ്ട് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിങ്ങനെ തെളിവുകളുടെ ഓരോന്നിങ്ങനെ കൊണ്ടുവന്നു. എന്നതാ 60-ാം വാർഷിക സുവനീർ, ഇതിൽ AP അബൂബക്കർ മുസ്ലിയാരുടെ ലേഖനം, അതിലെഴുതി അല്ലാഹു കാണിച്ചു കൊടുക്ക്, റഹ്മാൻ. ഇത് രണ്ടുമല്ലാത്ത എല്ലാ വിശേഷണങ്ങളും സൃഷ്ടികൾക്ക് പറയാം. ഇതിൽ തന്നെ ഉണ്ടല്ലോ ഇമാം ഷഅറാനി തങ്ങളുടെ അൽ യവാഖീത്ത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അല്ലാഹു റഹ്മാൻ എന്നതല്ലാത്ത എല്ലാ വിശേഷണവും പറയാം എന്നതിൽ പറഞ്ഞപ്പോ ഇമാം ഷഅറാനി ഈ കിതാബിന്റെ 335-ാമത്തെ പേജ് നമ്മൾ തെളിവിന്റെ അടിസ്ഥാനത്തിലാ സംസാരിച്ചത്. ആ കിതാബ് അൽ യവാഖീത്ത് വൽ ജവാഹീർ, അതിലതാ മഹാനവറുകൾ പറയുന്നു. എന്താ പറഞ്ഞെന്നറിയോ? ഇന്ന ഇസ്മൽ ഖുതുബി ഫീ കുല്ലി സമാൻ, എല്ലാ കാലത്തും വലിയ അൽ ഖുതുബ് ഉണ്ടാവും. അവരുടെ പേര് അബ്ദുല്ലാ എന്നായിരിക്കും പേര് എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാ, വഅബ്ദുൽ ജാമിഇൽ മൻഊത്ത് ബിത്തഖല്ലുഖ് വത്തഹഖുഖി ബിമആനി ജമീഇൽ അസ്മാഇൽ ഇലാഹിയ്യ. അല്ലാഹുവിന്റെ ഏതെല്ലാം പേരുകളുണ്ടോ അതൊക്കെയും അവരിലേക്ക് വരും, അവരെ കുറിച്ച് പറയാം. ബിഹുക്മിൽ ഖിലാഫ, അവർ അല്ലാഹുവിന്റെ പ്രതിനിധിയാണ് എന്ന അർത്ഥത്തിൽ. അങ്ങനെയാണ് ഖാലിഖും റഹ്മാനും റഹീം ഒക്കെ വന്നത്. അത് തന്നെ തുഹ്ഫയിലും മഹാൻ പറയുന്നുണ്ട്. അപ്പൊ ഇത് വന്നപ്പോ AP അബൂബക്കർ മുസ്ലിയാർ എഴുതിയപ്പോ നമ്മൾ ഇതൊക്കെ ക്ലിയർ ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ വിഷയം, സൃഷ്ടികളിൽ ആർക്കെങ്കിലും ഖാലിഖ് എന്ന് പറഞ്ഞാൽ ആ ഖാലിഖ് എന്ന് പറയുന്നവൻ പറയാൻ വിശ്വസിക്കുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന വാദം അത് ദീനീ വിരുദ്ധമാണ്. അല്ലാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെ അൽ ഖുതുബിനെ കുറിച്ച് പറയുമെന്ന് ഇമാമിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതാണ് വിശദീകരിച്ചപ്പോ
ലാസ്റ്റ് ഒരു ഉരുളലും കൂടി അയാൾ നടത്തിയിട്ടുണ്ട്. യൂസുഫ് നബഹാനി തങ്ങളുടെ സഅദത്തുദ്ദാറൈൻ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ അസീസും വലിയ മഹത്തുള്ള ആളാണെങ്കിലും റസൂലിനെ കുറിച്ച് അങ്ങനെ പറയരുത് എന്ന് സഅദത്തുദ്ദാറൈൻ എന്ന കിതാബിൽ യൂസുഫ് നബഹാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ് അവിടെ എത്തി നിൽക്കുക. അതുകൊണ്ട് അതും കൂടിയാണ് പൊളിച്ചു കൊടുത്താൽ നമുക്കിത് കഴിഞ്ഞു. അപ്പൊ അത് ഒന്ന് പറഞ്ഞോട്ടെ ചങ്ങായി വന്നു. ഇനി യൂസുഫ് നബഹാനിയുടെ തന്നെ കിതാബ് എടുക്കുക. ഏതാ കിതാബ്? സഅദത്തുദ്ദാറൈൻ. ആ കിതാബ് എടുത്ത് വായിക്ക്. അങ്ങനെ ഒരു വിശേഷണം ആർക്കെങ്കിലും ഉണ്ടെങ്കിലും അത് പറയാൻ പറ്റുമോ? പറ്റില്ല എന്ന് യൂസുഫ് നബഹാനി തങ്ങൾ തന്നെ വളരെ കൃത്യമായി രേഖപ്പെടുത്താൻ. സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. വഖാല അസ്ഹാബുന, നമ്മുടെ അസ്ഹാബ് പറഞ്ഞിരിക്കുന്നു. ഇയാൾ പറഞ്ഞു വരുന്നത് ചില വിശേഷണങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടാവും, പക്ഷെ അത് പറയാൻ പറ്റൂല. പറഞ്ഞൊക്കെ പൊളിഞ്ഞിട്ടോ. കാരണം നമ്മളെ ചർച്ച എന്താ? ഈ വിശേഷണം അവർക്കുണ്ടോന്നാണ്. വിശേഷണം ഉണ്ടാകാം, പക്ഷെ അത് പറയാൻ പറ്റൂല എന്ന് യൂസുഫ് നബഹാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ പറഞ്ഞത് നുണയാണ്. കാരണം എന്താണെന്നറിയോ? ആ കിതാബ് ബാക്കി വായിക്കുമ്പോൾ അത് കൃത്യമായി മനസ്സിലാവും. യൂസുഫ് നബഹാനി തങ്ങൾ ഒരു ചർച്ചയാണ്. അതായത് നമ്മൾ തന്നെ ഇപ്പോൾ ഓരോ മഹാന്മാരെ പേര് കേൾക്കുമ്പോൾ വ്യത്യസ്ത രൂപത്തിലാണ് അതിനോട് പ്രതികരിക്കുക. ഇപ്പൊ സ്വഹാബികളിൽ ഒരാളെ പേര് കേട്ടാൽ എന്താ പറയാ? റളിയല്ലാഹു അൻഹു. വലിയൊരു മഹാന്റെ പേര് കേട്ടാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതിന്റെ ശൈലിയാണ്. ഏതെങ്കിലും മൊയ്ലാരെ പേര് കേട്ടാ റഹിമഹുല്ലാ. ഖദ്ദസല്ലാഹു എന്ന് പറയാൻ മോന് സിറുണ്ടാവില്ല. പിന്നെ അവിടെ സിർറഹുൽ അസീസ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്വഹാബത്തിനെ കുറിച്ച് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞുകൊണ്ട് ഓല നമ്മളത് പറയും. ഹബീബായ തങ്ങളെ പേര് കേട്ടാ എന്ത് പറയും? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു ശൈലി ഉണ്ട്. പേര് കേൾക്കുമ്പോ എന്തു പറയണം എന്നാ ചർച്ച. അള്ളാന്റെ പേര് കേട്ടാ എന്താ പറയാ? അസ്സ വജല്ല. ഖാലല്ലാഹു അസ്സ വജൽ എന്നറിയില്ലേ പണ്ട്? അസ്സ വജല്ല. അല്ലാഹു അസീസാണ്, ജലീലാണ്, ഉന്നതനാണ്, പ്രതാപിയാണ്. അസീസുൻ ജലീലുൻ, അതാണ് അസ്സ വജല്ല എന്നുള്ള വാക്ക്. അപ്പൊ ഇമാം യൂസുഫ് നബഹാനി പറയാണെന്ത്? അപ്പൊ നീ റസൂലുള്ളാഹിന്റെ പേര് കേട്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ പറയേണ്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. പിന്നെ എന്തല്ല? റസൂല് അസ്സ വജല്ല എന്നല്ല പറയേണ്ടത്. അതാണ് അതൊരു അഥവാണല്ലോ. എന്നിട്ട് മുമ്പ് പറയാ ഹബീബായ തങ്ങളെ അസീസാണ്, അതിൽ തർക്കമില്ല. ജലീലാണ്, അതിൽ തർക്കമില്ല. അത് പറയും വേണം, പറയണ്ടെന്നല്ല. പറയാതിരിക്കാൻ പറ്റുമോ? അല്ലാഹു പറഞ്ഞല്ലേ അസീസുൻ അലൈഹി മാ അനിത്തും, അസീസുൻ അലൈഹി മാ അനിത്തും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസീസാണ്. ഖുർആൻ പറഞ്ഞതാ. അത് ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. അതെങ്ങനെ നിർത്താൻ പറ്റുമോ? അത് പറയാൻ പാടില്ല എന്നല്ലട ചങ്ങായി പറഞ്ഞത്. ഓരോ പേര് കേൾക്കുമ്പോൾ അവിടെ ഇന്നതുണ്ട്. അള്ളാന്റെ പേര് കേൾക്കുമ്പോൾ അസ്സ വജല്ല എന്ന് പറയും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയല്ല, അവിടെ റളിയല്ലാഹു അൻഹു എന്ന് പറയും. ആ ചർച്ച ഇതേറ്റ് എന്ത് ബന്ധാണ് ചങ്ങായി? ഇവിടുത്തെ വിഷയം എന്താ? ഖാലിഖ് എന്ന ഒരു സൃഷ്ടിയെ സംബന്ധിച്ച് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ് എന്നാ പറഞ്ഞേ. കാഫിറാണ്, അതിനാണ് നിങ്ങൾ പറയേണ്ടത്. ഞങ്ങൾ പറഞ്ഞ എന്താ? ഖാലിഖ്, അസീസ്, ഗഫൂർ, ഇതൊക്കെ റസൂലിനെ കുറിച്ച് പറയുകയും വേണം. അതിനേതായ അർത്ഥങ്ങളുണ്ട്. പേര് പറയുമ്പോൾ കൂടെ പറയേണ്ടത് ഒരു മാതൃക ഉണ്ട്, അതിനനുസരിച്ച് പറഞ്ഞാൽ മതി. ഇത്ര പൊട്ടന്മാർ നിങ്ങളായോ? ഒരു കിതാബിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം പോലും മനസ്സിലാകാതെ അയാൾ വായിക്കുന്നുണ്ട്. അവാൻ കൂടി വെക്ക്. കാരണം പറയുന്നത് നോക്കൂ നൗഷാദേ, കമാ അന്ന ഖൗലന അസ്സ വജല്ല. നമ്മൾ സാധാരണ അസ്സ വജല്ല എന്ന് പറയാറുണ്ട്. ആ വാക്ക് മഖ്സൂസും ബില്ലാഹി സുബ്ഹാനഹു വ തആല, അത് അല്ലാഹുവിനു മാത്രം പ്രത്യേകമാക്കപ്പെട്ടതാണ്. ഫകമാ ലാ യുഖാലു മുഹമ്മദുൻ അസ്സ വജല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുമ്പോൾ നമ്മളാരും മുഹമ്മദുൻ അസ്സ വജല്ല എന്ന് പറയാറില്ല. എന്നാൽ അല്ലാഹു തആലയുടെ പേര് പറയുമ്പോൾ അല്ലാഹുവിനെ അസ്സ വജല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നിട്ട് യൂസുഫ് നബഹാനി പറയാൻ വ ഇൻ കാന അസീസൻ ജലീലൻ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അസീസാണ്, ജലീലാണ്. അത് ഖുർആൻ പറഞ്ഞതാണ്, അത് പറയേണ്ടതുമാണ്. അതേ സമയത്ത് പേര് പറയുമ്പോഴുള്ള ശൈലിയിൽ അല്ലാഹ്, അവിടെയാണ് അസ്സ വജല്ല പറയേണ്ടത്.
മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടത്. സ്വഹാബി അവിടെ റളിയല്ലാഹു അൻഹു പറയേണ്ടത്. മശായിഖ് അവിടെ ഖദ്ദസല്ലാഹു പറയണം. മൊയിലാരാണോ ഗഫറല്ലാഹ് റഹിമഹുല്ലാ പറയണം. പേച്ച മൊയിലാരാണോ ഒന്നും പറയണ്ട, ഏറിപ്പോയാൽ അനഹുല്ലാ എന്ന് പറയാം. അല്ലേ? യസീദിനെ പോലുള്ള മൊയിലാരാണെങ്കിൽ ആ പറഞ്ഞ്, അല്ലാതെ അത് ഈ കുഫറുമായി ബന്ധപ്പെട്ട ചർച്ചയല്ല. ഇവിടുത്തെ വിഷയം ഒറ്റ വിഷയമുള്ളൂ. ഖാലിഖാണെന്ന് വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്താണെന്ന് പുറത്തുള്ള പേരോട് പറയാണ്. അവിടെയാണ് ഞങ്ങളെ ചോദ്യം. ഈസാ നബി കാഫിറായോ? അബ്ദുൽ കരീമുൽ ജീലി പറഞ്ഞത് കുഫറാണോ റളിയല്ലാഹു അൻ? യൂസുഫ് നബഹാനി പറഞ്ഞത് കുഫറാണോ? എ.പി. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് കുഫറാണോ? അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, തുഹഫയിൽ പറഞ്ഞു, അത് തന്നെ തുഹഫയിൽ പറഞ്ഞു, അത് തന്നെ ഇമാം ഷഅറാനി തങ്ങൾ പറഞ്ഞു. ഇത് കുഫറാണോ? ദാ ചർച്ച. അല്ലാതെ ഇങ്ങനെ പാടിയടക്കും. നമ്മളിപ്പോ മടവൂര് ശൈഖുന എന്ന് പറയുമ്പോ ഖാലിഖുന എന്നാ പറയാ, അങ്ങനെ പറയാ. മടവൂര് ശൈഖുന എന്ന് പറയുമ്പോ അസ്സ വജല്ല എന്നാ പറയാ. മടവൂര് ശൈഖുന എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയും ശൈഖുൽ മശായിഖ് ഖുതുബുൽ ആലം. പേര് കേട്ടാൽ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അല്ലേ? അതതിന്റെ ശൈലിയിൽ. അതേസമയത്ത് പേരോടിന് മൗലാനാകാൻ പറ്റുമോ? എന്നാ ഇതുവാകാ ഒരു വാദം. എന്നിട്ട് ലാസ്റ്റ് ചങ്ങായി ഉരുണ്ടു പറഞ്ഞൊരു കാര്യം സമ്മതിച്ച്, സംഗതി മുഹമ്മദുർ റസൂലുള്ളാഹി ഖാലിഖ് തന്നെയാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് വിശ്വസിച്ചാൽ കുഫറാണ് എന്നാ പേരോട് പറഞ്ഞ്. അപ്പൊ ശരിക്കും ഇബ്ലീസ് മൗലവി ഇപ്പൊ കുഫറിലായി പോയിട്ടുണ്ട്. വല്ലാത്തൊരു മറുപടി ആയിപ്പോയി. ഇനി അതും കൂടി കേട്ടോട്ടെ. അയാൾ തന്നെ പറയുന്നുണ്ട് ഖാലിഖ് ആകെ അതിന് കുഴപ്പമൊന്നുമില്ല. അതും കൂടി നമുക്ക് കേട്ടോക്കാം. ഉദാഹരണം ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്സ ജല്ല അഥവാ അസീസ് ജലീൽ എന്ന പേരിനൊക്കെ യോഗ്യനാണ്. എങ്കിലും നബിതങ്ങളുടെ പേര് കേൾക്കുമ്പോ അസ്സ വജല്ല എന്ന് പറയാറില്ല. എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വാക്കാണ്. ഖാലിഖ് എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ട്, യോഗ്യനാണെങ്കിൽ പോലും അത് പറയാൻ പാടില്ല. ചങ്ങായെ, ഖാലിഖ് എന്നുള്ള പേര് നാമം വിശേഷണത്തിന് ആര് അർഹരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് സാവിയത്തു സൂഫിയുടെ വിജയം. ഹബീബായ തങ്ങൾ ഖാലിഖ് എന്ന വിശേഷണത്തിന് അർഹനാണ്. അതാ പറഞ്ഞേ. പക്ഷെ അത് പറയാൻ പറയലല്ല ഇവിടുത്തെ വിഷയം. പേരോട് പറഞ്ഞെന്താ? ഖാലിഖാണെന്ന് വിശ്വസിച്ചാൽ പറയലും പറയാതിരിക്കലും അല്ലല്ലോ. ഖാലിഖാന്ന് വിശ്വസിച്ചാൽ ദീനിന് പുറത്തായി. മദനി, ഭാര്യ ഹലാലാകൂല, ശ്മശാനം വേറെ തെരഞ്ഞോ, ഖാലിഖാണെന്നത് ശരിയാണ്. പറയുന്നിടത്ത് ശ്രദ്ധിച്ചാ മതി, തെറ്റിദ്ധാരണ വരും. തെറ്റിദ്ധാരണ ഒന്നും ഞങ്ങൾക്ക് വരൂല. ഞങ്ങൾക്കറിയാം ഖാലിഖാണ് അല്ലാഹ്, റാസിഖാണ് അല്ലാഹ്, അഹദാണ് അല്ലാഹ്, സമദാണ് അല്ലാഹ്. ആ റസൂലിന്റെ അഹദായ റസൂലാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹ് ഖാലിഖാണ്, ആ റസൂലുള്ളാഹ് റാസിഖാണ്, റഹീമാണ്, റഊഫാണ്, എല്ലാമാണ്. അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. എന്താണ് മുസ്ലിം ജമാഅത്തിന്റെ കാര്യം? ബാലുശ്ശേരി എന്താ പലക്കൊക്കെ നമ്മൾ മറുപടി പറയേണ്ടി? ഓലെന്നെ പറഞ്ഞു സ്വയം കാഫിറായി പോയി. ബാലുശ്ശേരി ഒന്ന് ജസ്റ്റ് വന്നോട്ടെ. അത്രയും പൊട്ടത്തരായതുകൊണ്ടാണ് അങ്ങളൊന്ന് സഹിച്ചേക്കുവാൻ വന്നോട്ടെ. അതാണ് ഇത്ര വലിയ ഊക്കില് നമ്മളേറ്റ് നമ്മളെ കാഫിറാക്കാൻ വന്നതാ. സ്വയം കുഫറിന്റെ കുഴിയിൽ ചെന്ന് വീണു. അതല്ലേ ഉണ്ടായത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ള ഭാഗം അത് ശംസുൽ ഉലമയുടെ ഭാഗമാണ്.